കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് എയ്തറിൻ്റെ കൊനാർക്കിനെ കുറിച്ച്. ഓഗസ്റ്റ് 29-നാണ് അതിൻ്റെ ലോഞ്ച്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഡ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ആഡ് പുറത്തു വന്നാൽ ആഡിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകളൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എന്താണ് ആഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ആഡ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഒരു റോഡിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു 4 ചുമരിനുള്ളിൽ നിന്ന് കുറച്ച് ബോഡി ബിൽഡേഴ്സ് കൊണ്ടുപോയി അവരുടെ ഷോൾഡേഴ്സും ലെഗൊക്കെ കൊണ്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഡാമേജ് ആവുമെന്ന് നോക്കേണ്ടത് ഒരു വാഹനത്തിൻ്റെ ഒരു ക്യൂ സി റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഇതൊരു റോഡിലിറങ്ങുക അല്ലെങ്കിൽ അത്ര ഒരു ക്രാഷ് ടെസ്റ്റിലേക്ക് എടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ 2-3 കാര്യങ്ങൾ ഓക്കെയാണ്. ബാറ്ററി നിലത്തേക്ക് ഫോഴ്സ്ലി ത്രൂ ചെയ്യുന്നുണ്ട്, അതിനൊരു ഇഷ്യൂസ് സംഭവിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ഇതിനൊരു സെൻട്രൽ സ്റ്റാൻഡ് വരുന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ സ്കൂട്ടേഴ്സിൽ ഒന്നിൽ തന്നെ സെൻട്രൽ സ്റ്റാൻഡില്ല, പക്ഷേ ആദ്യമായിട്ടാണ് ഈ സെൻട്രൽ സ്റ്റാൻഡ് വരുന്നത്. അത് ബേസ് മോഡൽ മുതൽ കിട്ടുമോ എന്നുള്ളത് ആണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അവസാനം ഒരു പോയിൻ്റായിട്ട് വരിക. പിന്നെ അതിലുപരി ഇതിൽ ഞാൻ ഈ ഒരു ആഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇതിൽ ചില കാര്യങ്ങൾ ഈ വണ്ടി കുറച്ച് പൊസിഷനിലേക്ക് ഉയർത്തിയിട്ട് ത്രോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ബാറ്ററി താഴത്തേക്ക് എറിയുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഒരു റോഡിൽ ടെസ്റ്റ് ചെയ്തെടുക്കേണ്ട ഒരു വാഹനത്തെ ഇത്തരത്തിൽ രീതിയിലായിരുന്നില്ല ഏതെൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആഡ് വരേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്തരത്തിലാണോ അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ചെയ്യാം. സാധാരണ ഒരു വെഹിക്കിളിൻ്റെ ഒരു ആഡ് അല്ലെങ്കിൽ ഒരു ക്യൂ സി അല്ലെങ്കിൽ ഒരു ക്രാഷ് ടെസ്റ്റ് പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലല്ല. ഇതൊരു ചിലപ്പോൾ ഒരു ആഡ് മാത്രമായിരിക്കും, പക്ഷേങ്കിൽ ഇതൊരു കാരണവശാൽ ഒരു വണ്ടിയുടെ ഒരു ക്വാളിറ്റിയെ കാണിക്കുന്ന ഒരു ആഡായിട്ട് എനിക്ക് തോന്നുന്നു. 1-2 കാര്യങ്ങൾ ഓക്കെയാണ്, പക്ഷേ ഇത്തരത്തിലൊരു കാര്യമല്ലായിരുന്നു വേണ്ടത്. ഓക്കെ, നമുക്ക് വണ്ടിയിലേക്ക് വരാം. വണ്ടി ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1.25 വരെയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരിക എന്ന് പറയുന്നുണ്ട്. അതിന് മുകളിലേക്കും ചിലപ്പം പോകാം. ആകെ മറ്റ് ഏതെങ്കിലും വെഹിക്കിളിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാൻഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയിൽ LFP ബാറ്ററിയാണ് വരുന്നത്. ആ ബാറ്ററി ഫയർ റേറ്റഡ് ആയിരിക്കും. അതിലുപരി നമുക്കൊരു തീ പിടിച്ചു പോവുക അല്ലെങ്കിൽ ഒരു ഫയർ ആക്സിഡൻറ്റ് വരിക, ഇവയൊക്കെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ഇതിൽ 2 ടൈപ്പ് ബാറ്ററി വരുന്നുണ്ട്. ഈ ഫയർ റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളി ഫയർ റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററീസ് എല്ലാവർക്കും എത്രത്തോളം കിട്ടും എന്നൊക്കെ എനിക്കറിയില്ല. കാരണം അത് ഫുൾ ഓപ്ഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യൂ സീരീസിലുള്ള ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതർ റിസ്തയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഏതറിൻ്റെ 450-ലൊക്കെയുള്ള സാധാരണ ബാറ്ററി ആയിരിക്കും നമ്മളിലേക്ക് എത്തുക. ചില മാറ്റങ്ങളോട് കൂടിയാണ് ഈ പ്രാവശ്യം ഏതർ നമ്മളിലേക്ക് എത്തുന്നത്. അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 6 വേരിയൻറ്റിലായിട്ട് വരുന്ന കൊനാർക്കിൻ്റെ കീഴിലെ സ്കൂട്ടേഴ്സ്, അതിൽ 4 എസ് സീരീസിലും 2 ക്യൂ. ഈ 2 ക്യൂ സീരീസിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. കളർ ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഡിസ്ക്, പിന്നെ മേ ബി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. അതിലുപരി 10,000 കിലോമീറ്ററിൻ്റെ സർവീസ് എവരി 1 ഇയർ ഓർ 10,000 കിലോമീറ്റർ, ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എടുത്തു പറയുന്നത്. അതിലുപരി കൊനാർക്കിൽ കണ്ടുവരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതു സാധാരണക്കാരനും ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന, വിശ്വസ്തയോടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ കൂടിയായിരിക്കും കേട്ടോ ഏതറിൻ്റെ ഈ കൊനാർക്ക് എന്ന് പറയുന്ന വേരിയൻറ്റിൽ. ഓഗസ്റ്റ് 29-നാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഇതൊരു ഫാമിലി സ്കൂട്ടർ ആയിരിക്കുമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇതൊരിക്കലും ഒരു ഫാമിലി സ്കൂട്ടർ ആയിരിക്കും. സാധാരണ നമ്മൾ പെട്രോൾ സ്കൂട്ടേഴ്സിൻ്റെ സൈസിലായിരിക്കും ഇതിൻ്റെ ബേസ് മോഡലുള്ള എസ് സീരീസിൽ വരിക. ക്യൂ സീരീസിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. കാരണം ഇതിൻ്റെ റിസ്ത പോലുള്ള വാഹനങ്ങൾ ഇനിയും റോഡിൽ സെയിൽ ചെയ്യാനുള്ളതാണ് അവർക്ക്. അതുകൊണ്ട് ഇതും കൂടി ഒരു ഫാമിലി സ്കൂട്ടർ എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിസ്ത പോലുള്ള സ്കൂട്ടേഴ്സ് സെയിലാവില്ല. റിസ്ത മാത്രമായിരിക്കും ഇവരൊരു ഫാമിലി സ്കൂട്ടേഴ്സും. ബാലൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ പെട്രോൾ സ്കൂട്ടറിൻ്റെ ഡയമെൻഷനിൽ വരുന്നതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു സ്റ്റൈലിഷായ ഡിസൈനാണ്. ഓൾറെഡി നമ്മൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ബാറ്ററി, അതുപോലെ തന്നെ 4 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്നത്, മോട്ടർ, അങ്ങനെ എല്ലാതും മറ്റ് റിലേറ്റഡ് ആയ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ പ്രത്യേകത എന്ന് പറയാനുള്ള, എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൽ സിങ്ങാമിൽ വരുന്ന മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിങ്ങാം വരുന്ന മോട്ടർ പല ഇലക്ട്രിക്കൽ വെഹിക്കിൾ കമ്പനികളും ഉപയോഗിച്ചിട്ടുണ്ട്. ചിലർക്ക് ഫെയിലായിട്ടുണ്ട്, പക്ഷേ ചിലർക്ക് അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ കവറപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡീപ്പസ്റ്റ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുണ്ടാവും നമുക്ക് വിശ്വസിക്കാം. അതിലുപരി ബാറ്ററിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു രീതിയിലും ഫയർ റേറ്റ് തീ പിടിക്കാത്ത ഒരു ബാറ്ററി ആയിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് ഫയർ ആക്സിഡൻറ്റ് എന്നുള്ളത് 0 എന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. അത് ഈ 2 തരത്തിലെ ബാറ്ററി വരുന്നുണ്ട്. ഈ ഫുള്ളി ഫയർ റേറ്റഡ് ആയിട്ടുള്ള ബാറ്ററി ഇതിലാണ് വരുന്നതെന്നില്ല എനിക്കറിയില്ല. ചിലപ്പോൾ ക്യൂ സീരീസിലായിരിക്കും. റിസ്ത അല്ലെങ്കിൽ സാധാ ബാറ്ററി ആയിരിക്കും നമ്മുടെ ബേസ് മോഡലിൽ വരാൻ സാധ്യതയുള്ളത്. ഒരു 10,000 കിലോമീറ്റർ മാത്രമാണ് സർവീസ് ചെയ്യേണ്ടതെന്നൊരു പ്ലസ് പോയിൻ്റാണ് 1 ഇയറിൽ. അതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്ററിൽ കൂടുതൽ തിക്കും തിരക്കും കാര്യങ്ങളും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള 570 സർവീസ് സെൻറ്ററുകൾ ഉപയോഗിച്ച് ചെയ്തിരുന്ന എല്ലാവർക്കും തന്നെ സർവീസ് പ്രോപ്പർലി കൊടുക്കാനും പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു വിധത്തിൽ ഇഷ്യൂസ് ഉണ്ടാവില്ല. കൂടുതൽ ഈ സെൻറ്റർ സ്റ്റാൻഡ് അല്ലെങ്കിൽ കളർ ഡിസ്പ്ലേ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ക്യൂ സീരീസിലായിരിക്കും. എസ് സീരീസിൽ 2 സീരീസുകളിൽ ഏകദേശം സെയിം റേഞ്ച് ആയിരിക്കും കിട്ടുക. ഇതിലെ റേഞ്ച് പ്രധാനമായിട്ട് പറയുന്നത് 100 കിലോമീറ്റർ, അതുപോലെ തന്നെ 125 കിലോമീറ്റർ, 160 കിലോമീറ്റർ, 200. 200 കിലോമീറ്റർ അപ്പം ക്യൂ സീരീസിലായിരിക്കും. ബേസ് മോഡലായ S1 എന്ന് പറയുന്നത് 100 കിലോമീറ്റർ. ഏകദേശം IDC റേഞ്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞ. ഏകദേശം 80-70 കിലോമീറ്ററാണ് നമുക്ക് റോഡിൽ കിട്ടുക. പിന്നെ അതിൽ S2 എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏകദേശം 100 കിലോമീറ്റർ വരെയാണ് കിട്ടുക. 125 IDC പറയുന്നത്. 160 ഏകദേശം 175 കിലോമീറ്റർ, 200 ഏകദേശം 160 കിലോമീറ്ററോളം അല്ലെങ്കിൽ 150 കിലോമീറ്ററാണ് കിട്ടുക. ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷം അറിയണമെങ്കിൽ ഓഗസ്റ്റ് 29 മാത്രമാണ് അറിയാൻ പറ്റുക. അന്ന് ലോഞ്ച് ആയ സമയത്ത് കൂടുതൽ സ്പെസിഫിക്കേഷനും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡയമെൻഷനും ഒക്കെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. വ്യത്യസ്ത ടയർ ഡയമെൻഷനിൽ, വ്യത്യസ്ത ഇഞ്ചുകളിൽ, അതുപോലെ തന്നെ റോഡ് ക്ലിയറൻസിൽ വ്യത്യസ്തതയൊക്കെ ഓരോ മോഡലിലും ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല. ഇതിൽ ഒഫീഷ്യലി അവർ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു ആഡ് അടക്കം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് സെൻട്രൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സ്കൂളിൽ ആദ്യമായിട്ട് കൊടുക്കുന്ന സെൻട്രൽ സ്റ്റാൻഡ് അവർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. 10,000 കിലോമീറ്റർ മാത്രമാണ്, ഒരു 1 ഇയറിൽ മാത്രമാണ് സർവീസ് വരിക. സിങ്ങാമിലായിരിക്കും മോട്ടർ വരിക. 100 കിലോമീറ്റർ, 125 കിലോമീറ്റർ, അതുപോലെ തന്നെ 160 കിലോമീറ്റർ, 200 കിലോമീറ്റർ, ഈ രീതിയിലായിരിക്കും IDC റേഞ്ചിൽ സ്കൂട്ടേഴ്സ് വരാൻ പോകുന്നുണ്ട്. ഒരു ഫാമിലി സ്കൂട്ടർ ആയിരിക്കില്ല. കാരണം ഫാമിലി സ്കൂട്ടറായ റിസ്ത സെയിൽ ചെയ്യേണ്ടതാണ്. ഫാമിലി സ്കൂട്ടർ എന്നുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരൊറ്റ വേരിയൻറ്റ് മാത്രമായിരിക്കും ഉണ്ടാവും. അത് റിസ്തയിലുണ്ട്. ഇതൊരു ഫാമിലി സ്കൂട്ടർ അല്ലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ കൊനാർക്ക് എന്ന് പറയുന്ന ഒരു മോഡലിനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയത്. ഇതിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ, കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ അറിയിക്കുന്നു. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലും ഇത്തരത്തിലുള്ള ചില ഡീപ്പസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ. സിങ്ങാമിൽ വരുന്ന മോട്ടറും അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മുന്നിലുള്ള വീഡിയോസ് കാണാം. അപ്പോൾ ഇതൊരു ഫാമിലി സ്കൂട്ടർ ആയിരിക്കില്ല. ഫാമിലി സ്കൂട്ടർ ആയിരിക്കും എന്ന് ചോദിച്ചവരോട് ഞാൻ പറയുന്നതാണ്, ഇതൊരു ഫാമിലി സ്കൂട്ടർ ആവാൻ സാധ്യതയില്ല എന്നാണ് പേഴ്സണലി എനിക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത്. ഒരു ഫാമിലി സ്കൂട്ടറിൻ്റെ അത്ര ഒരു സൈസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിസ്ത പ്രതീക്ഷിച്ച് നിങ്ങൾ ആരും കൊനാർക്കിലേക്ക് വരേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കമ്പനി ഒരു കാരണവശാലും റിസ്ത പോലൊരു മോഡല് നമ്മൾ റോഡിൽ ഉണ്ടാകുന്ന സമയത്ത് അത് പിൻവലിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ കൊനാർക്ക് എന്ന് പറഞ്ഞൊരു ഫാമിലി സ്കൂട്ടറും കൂടി ഇറക്കാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ പെട്രോൾ സ്കൂട്ടറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും ഇതുണ്ടാവുക. പക്ഷേ ക്യൂ സീരീസിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തിരി ടയറിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഓഗസ്റ്റ് 29 ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. അതിലുപരി ലോഞ്ച് ചെയ്താൽ കിട്ടുന്ന വിവരത്തിന് അപ്പുറം ഒരു ഫസ്റ്റ് വെഹിക്കിൾ ഇറങ്ങുന്ന സമയത്ത് കൂടെ ഓടിച്ച് ടെസ്റ്റ് റൈഡ് ചെയ്ത് നേരിട്ട് അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടേഴ്സിൻ്റെ റിവ്യൂ കമൻ്റ് ആയിട്ട് ഇടുക. മറ്റേതെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റും ഇടുക.
ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏത് കമ്പനിയുടെ സ്കൂട്ടേഴ്സ് വാങ്ങിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ള ചർച്ചയും നിങ്ങൾ ഇതിലിടുക. പെട്രോൾ സ്കൂട്ടറാണോ ഇലക്ട്രിക് സ്കൂട്ടറാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലിടുക. ഇതിൻ്റെ ഉപയോഗം ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് സത്യസന്ധമായ റിവ്യൂ ഓരോരുത്തരും ചോദിക്കുന്ന പകരം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് വായിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വിവരവും എനിക്കുള്ള അറിവും കൂടിയാണ്. അപ്പോൾ വീണ്ടും ഒരു ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. വോയിസ് ഓഫ് KK.